വിശദമായ വാർത്തയിലേക്ക്. കാട്ടാനപ്പേടിയിൽ കുട്ടമ്പുഴ. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ കിടങ്ങ് നിർമ്മാണം തുടരുകയാണ്. 8 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. ഫെൻസിംഗും വേഗത്തിലാക്കും. തെരുവ് വിളക്കുകൾ ഉടൻ സ്ഥാപിക്കും. അതേസമയം കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനകീയ പ്രതിഷേധം ശക്തമാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. കുട്ടമ്പുഴയിൽ ആശങ്ക അകലുന്നില്ല എന്നുള്ളതാണ്. ട്രഞ്ച് നിർമ്മാണമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും അവിടുത്തെ ആളുകൾക്ക് ഒരു ശാശ്വത പരിഹാരമാണല്ലോ വേണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. കുട്ടമ്പുഴയിൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല എന്നത് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളാണ്. അതാണ് അതിലേറ്റവും പ്രധാനം. അത് എങ്ങനെ എടുക്കുന്നു, ഏത് രീതിയിലേക്ക് അധികൃതർ സമീപിക്കുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ആ സമീപനത്തിൽ അവർക്ക് യാതൊരു വിശ്വാസവുമില്ല എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി അവർ പറയുന്നത്. നമ്മൾ ഇന്നലെ അവിടെ പൂർണ്ണമായ ഒരു ദിവസം ചെലവഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പല കാലങ്ങളായി പറയുന്നു. 1 വർഷം മുൻപ് അവിടെ സന്തോഷം എന്നൊരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പോലും പൂർണ്ണമായും നിറവേറ്റിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വന്നിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെയും ഈ ട്രഞ്ച് നിർമ്മാണം എന്നതടക്കം അന്നും പറഞ്ഞിരുന്നതാണ്, പക്ഷെ തുടങ്ങിയത് പോലുമില്ല. വൈദ്യുതി വേലി എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇത് വൈദ്യുതി വേലിയുടെ അവസ്ഥയെല്ലാം നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മരണം, എൽദോസിൻ്റെ മരണം അത്തരം ഒരു കെടുകാര്യസ്ഥതയുടെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണമായ അന്ത്യം. അപ്പോൾ ഇനി അങ്ങോട്ട് വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനായിട്ട് അവർ തീരുമാനിച്ചു. എൽദോസിൻ്റെ മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് വിട്ടുകൊടുത്തത്. അതിൽ ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്ന വൈദ്യുതി വേലി, ട്രഞ്ച് നിർമ്മാണം എന്നൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ അതിനുള്ളൊരു പ്രാരംഭ പ്രവർത്തനങ്ങൾ, ട്രഞ്ച് നിർമ്മാണം സംബന്ധിയായ കാര്യങ്ങൾ, ചില പ്രാരംഭ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. റോഡുകളിലേക്ക് ഈ ആന കടന്നു വരുന്ന, കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കടന്നു വരുന്നത് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ട്രഞ്ച് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇന്നലെ തുടങ്ങിയിട്ടുമുണ്ട്. വൈദ്യുതി വേലി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഇതിന് എല്ലാ തല അനുമതിയും നൽകിയതാണ്. പക്ഷേ ടെൻഡറിൻ്റെ കാര്യത്തിലുള്ള ഒരു മെല്ലെപ്പോക്കായിരുന്നു ഇതിന് കാരണമെന്നാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഭരണകൂടങ്ങൾ തന്നെയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെയാണ് അത് പറഞ്ഞത്. ടെൻഡർ നടപടികളിലെ ഒരു കാലതാമസമാണെന്ന്. ഇതെല്ലാം പരിശോധിച്ച് നടപ്പിലാക്കേണ്ടത് ആരാണെന്ന് തീർത്തും സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് തങ്ങളാണോ? അല്ല, ഇത് അവർ തന്നെയാണ് നടപ്പിൽ വരുത്തേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഈ നടപടികൾ വൈകുന്നതായി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ട്രഞ്ച് നിർമ്മാണത്തിൻ്റെ ഒരു പ്രാരംഭ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതത്ര കണ്ട എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ആരും തന്നെ പറയുന്നില്ല. അവർ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് കുറേ മേഖലയിലെങ്കിലും അത് നടപ്പിലാക്കണം എന്നതുകൊണ്ടാണ്. അതിന് കൂടുതലായിട്ട് കടന്നു പോകുന്ന കുറേയധികം മേഖലയിലെങ്കിലും അത് നടപ്പിലാക്കണം. പക്ഷേ ഈ വനത്തിനുള്ളിലൂടെയുള്ള ആ പാത, അവർ നടന്നു പോകുന്ന സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന പാതയ്ക്ക് ഇരുവശവും ട്രഞ്ച് നിർമ്മിക്കുക എന്നത് അത്ര പ്രായോഗികമാണ് എന്നത് സംശയമുണ്ട്. കാരണം നിരവധിയായ മരങ്ങളും അടിക്കാടുകളും എല്ലാം തന്നെ വെട്ടി കൊണ്ടുപോകേണ്ടി വരും. ഒപ്പം അവിടെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ മറ്റേതെങ്കിലും ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിക് വേലികൾ അതിൻ്റെ ഒരു ശക്തി കൂട്ടുകയോ അത്തരം കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനിയൊരു മെല്ലെപ്പോക്കുണ്ടാകാൻ പാടില്ല എന്ന് തന്നെ അവർ പറയുന്നു. ഇനിയൊരു എൽദോസ് അവിടെ ആവർത്തിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനമെടുത്തത്. ഇപ്പോൾ 27-ന് ഒരു അവലോകന യോഗമുണ്ട്.
ജില്ലാ കളക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം പുരോഗതി ഉണ്ടെന്ന് അവിടുത്തെ ഈ ജനകീയ സമിതികളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ യോഗത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും, സമയബന്ധിതമായി എന്തെല്ലാം പൂർത്തിയാക്കാൻ ആകും എന്നതെല്ലാം തന്നെ കളക്ടർ വിശദീകരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇനി അവിടെ ഈ സമര പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇവിടെ കൃത്യമായ രീതിയിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരമായി അവിടെ മാറും. അവിടെ ഇന്നലെ വന്നിരുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രതിപക്ഷത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരും അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും, ജനങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനം, ഏത് പ്രതിഷേധങ്ങൾക്കൊപ്പം തങ്ങളും ഉണ്ടാകുമെന്ന് അവർ പറയുകയും അവർക്കൊരു ആത്മവിശ്വാസം പകരുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ നടപടികൾ ഇപ്പോൾ വളരെ വേഗത്തിലാണ് പോകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണതോതിൽ പൂർണ്ണസജ്ജമാകേണ്ടതുണ്ട്. അതേതായാലും വരും ദിവസങ്ങളിലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 27 ചേരുന്ന അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഒരു വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ അവർ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കും. എന്തായാലും കുട്ടൻപുഴയിൽ നടന്ന ഈ വളരെ ദാരുണമായ ഈ ഒരു ദുരന്തം, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ അവിടെ പ്രാദേശികമായി കുട്ടമ്പുഴയിൽ ഹർത്താൽ ആചരിച്ചു. ഒപ്പം കോതമംഗലം മുനിസിപ്പാലിറ്റി മേഖലയിലും ഹർത്താൽ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടികളിലേക്ക് പോയി. DF ഓഫീസിലേക്ക് ബഹുജന മാർച്ച് അടക്കം നടത്തി. രൂപതാധ്യക്ഷൻ തന്നെ അതിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ വലിയൊരു പങ്കാളിത്ത സ്വഭാവം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ സൂചനകൾ തന്നെയാണ്. വലിയ രീതിയിലൊരു ഇടപെടലുകൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വന്യജീവി ആക്രമണം, കാട്ടാന എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള രീതിയിലേക്ക് മാറാതെ വന്യജീവി ആക്രമണങ്ങളെ പൊതുവിൽ തന്നെ തടയാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കർഷകരടക്കം വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ അവിടെ നേരിടുന്നു. പ്രത്യേകിച്ച് കൃത്യമായ ഒരു വിളവെടുപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ കുരങ്ങ് അതുപോലെ തന്നെ മറ്റ് വന്യജീവികൾ ഇതിൻ്റെ എല്ലാം തന്നെ ആക്രമണം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ വിളനാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവരെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ നിയമം വെച്ച് അവർക്ക് സാധിക്കുകയില്ല. വലിയ കർശന നടപടികൾ അവയെ തുരത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വലിയ നടപടികളാണ് ഇവർക്ക് ജനങ്ങൾക്കെതിരെ വരുന്നത്. വനപാലകർക്കെതിരെയും ശക്തമായ വിമർശനം അവിടെ ഉയരുന്നുണ്ട്. അശ്വതി.